കേന്ദ്രത്തിൽ മൂന്നാം ഊഴം ഉറപ്പിച്ച് മുന്നോട്ടു പോകുന്ന മോദി സർക്കാരിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയായിരിക്കുകയാണ് കർഷകരുടെ ഡൽഹി ചലോ സമരം. ഈ സമരത്തിന്റെ നേട്ടം പ്രധാനമായും കൊയ്യാൻ പോകുന്നത് ആം ആദ്മി പാർട്ടിയായിരിക്കും. കർഷക പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ ശക്തമായ പഞ്ചാബിലും കർഷകർ പ്രക്ഷോഭം നടത്താൻ ലക്ഷ്യമിടുന്ന ഡൽഹിയിലും നിലവിൽ ഭരണം നടത്തുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ഡൽഹിയുടെ മറ്റൊരു അയൽ സംസ്ഥാനമായ ഹരിയാനയിലും ആം ആദ്മി പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. കർഷക പ്രക്ഷോഭം കത്തി നിൽക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്കാണ് ഏറെ ഗുണം ചെയ്യുക. കേരളത്തിലെ പിണറായി സർക്കാർ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാരും പങ്കെടുത്തത് ദേശീയ തലത്തിൽ പുതിയ ശാക്തിക ചേരി രൂപപ്പെടുന്നതിന്റെ സൂചനയാണ്. ഈ സഖ്യത്തിനൊപ്പം DMKയും RJDയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളും ചേരാനാണ് സാധ്യത. കേജ്രിവാളിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയിരുന്നെങ്കിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിന് മോദിക്കെതിരെ ശക്തമായ ബദൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് CPM വിലയിരുത്തൽ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ച CPM അതേ പാതയിൽ കൂടുതൽ ശക്തമായാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കേജ്രിവാളിനെ അംഗീകരിക്കാത്ത കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിക്കുന്ന നീക്കമാണിത്. 80 ലോക്സഭാ സീറ്റുകളുള്ള UPയിലും കർഷക വോട്ടുകൾ നിർണായകമാണ്. കർഷക സമരം മുൻനിർത്തി കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റുമോ എന്നാണ് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ നോക്കുന്നത്. കർഷകരും അവരുടെ ബന്ധുക്കളും ചേർന്നാൽ തന്നെ അത് വലിയ നമ്പർ വരും. ലക്ഷക്കണക്കിന് വോട്ടുകൾ ഉത്തരേന്ത്യയിലെ പല മണ്ഡലങ്ങളിലും ഇവർക്കുണ്ട്. BJPക്ക് വെല്ലുവിളി ഉയർത്തുന്നതും ഈ വോട്ടുകളായിരിക്കും. 2 വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ടാണ് അന്ന് സമരരംഗത്തുണ്ടായിരുന്നവരിൽ ഒരു വിഭാഗം ഡൽഹി മാർച്ചുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മറുവിഭാഗമാകട്ടെ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഗ്രാമീണ ബന്ദിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്ത് തടസ്സമുണ്ടായാലും സമരവുമായി മുന്നോട്ടു പോകുമെന്ന ഉറച്ച നിലപാടിലാണ് കർഷകരുള്ളത്. കർഷകരെ നേരിടാൻ വിവിധ സേനകൾ രംഗത്തുണ്ടെങ്കിലും അതൊന്നും തന്നെ കർഷകരുടെ മനോവീര്യത്തെ തെല്ലും ബാധിച്ചിട്ടില്ല. നേതാക്കളെ അറസ്റ്റ് ചെയ്തതും കർഷകരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളും പോലീസ് നടപടിക്കെതിരെ ശക്തമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. യുദ്ധസമാനമായാണ് പോലീസിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ദേശീയപാതകൾ അടച്ചും ചിലയിടങ്ങളിൽ റോഡുകൾ കുഴിച്ചും പോലീസ് ഗതാഗതം തടഞ്ഞിട്ടുണ്ട്. പോലീസ് നിയന്ത്രണങ്ങളെ തുടർന്ന് ഡൽഹിയിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. കർഷകർ രാജ്യത്തിന്റെ അന്നദാതാക്കളാണെന്നും അടിച്ചമർത്തരുതെന്നുമുള്ള ആവശ്യം BJP ഘടകകക്ഷികളിലും ശക്തമാണ്. കർഷകരുമായുള്ള ഏറ്റുമുട്ടൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. മന്ത്രിതല ചർച്ചയിൽ 2020-21 വർഷത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കർഷകർക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായെങ്കിലും മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്നതിൽ തീരുമാനമായിട്ടില്ല. ഈ ആവശ്യത്തിൽ ഇരുവിഭാഗം കർഷക സംഘടനകളും ഒരുപോലെ ഉറച്ചു നിൽക്കുകയാണ്. മിനിമം താങ്ങുവിലയ്ക്കായി നിയമനിർമ്മാണം, കടം എഴുതിത്തള്ളൽ, സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കൽ എന്നിവയ്ക്കുള്ള നിയമപരമായ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും കർഷക പ്രതിനിധികൾ ഇതൊന്നും തന്നെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. വിവാദമായ 3 കാർഷിക നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് 2021 നവംബറിൽ പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയതോടെയാണ് കേരളത്തിൽ നിന്നുള്ള കർഷക നേതാക്കൾ ഉൾപ്പെടെ നേതൃത്വം നൽകിയ കർഷക സമരം അവസാനിച്ചിരുന്നത്. നീണ്ട 13 മാസത്തെ ഐതിഹാസിക പോരാട്ടത്തിനൊടുവിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരുന്നത്. അന്ന് അവസാനിച്ച പ്രക്ഷോഭം പുതിയ രൂപത്തിലും ഭാവത്തിലും വീണ്ടും കരുത്താർജിക്കുമ്പോൾ കർഷക സമരം നീട്ടിക്കൊണ്ടുപോകുന്നത് BJPക്കാണ് പ്രധാനമായും വെല്ലുവിളി ഉയർത്തുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാനിരിക്കെ വലിയ സമ്മർദ്ദമാണ് കർഷകരുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാർ നേരിടുന്നത്. കർഷകർക്കെതിരായ ഏതു നടപടിയും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് മന്ത്രിമാരുടെ ഒരു സംഘത്തെ തന്നെ ചർച്ചയ്ക്കായി മോദി നിയോഗിച്ചിരിക്കുന്നത്. ആദ്യഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടതിനാൽ ഇനി ചർച്ച നടത്തിയതുകൊണ്ട് കാര്യമുണ്ടോ എന്ന ചിന്താഗതിയും BJP നേതൃത്വത്തിലുണ്ട്. തിരഞ്ഞെടുപ്പ് കാലം സമരം നടത്താൻ പറ്റിയ കാലമാണെന്ന് കണ്ടാണ് മിന്നൽ പ്രക്ഷോഭവുമായി കർഷക സംഘടനകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് ഹരിയാനയിലെയും ഡൽഹിയിലെയും BJP ഭരണകൂടങ്ങൾ നീങ്ങിയാൽ കർഷക രോഷവും കൂടുതൽ ശക്തമാകും. അത് രാജ്യവ്യാപകമായി പടരാനും സാധ്യത ഏറെയാണ്.